ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറാംസിന് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ഷോൾഡർ മസിലിനും ബൈസെപ്സിനും ട്രൈസെപ്സിനും എല്ലാവരും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഫോറാംസിൻ്റെ വർക്കൗട്ട്. ഫോറാംസിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ റിസ്റ്റിനും നമ്മുടെ ഫോറാംസിനൊക്കെ നല്ല പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റൊക്കെ എടുത്ത് എക്സസൈസ് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഫോറാംസിൻ്റെ വർക്കൗട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ഡമ്പൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോറാംസിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, സുഖമായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ ഫോറാംസൊക്കെ നല്ല കിടിലമാവും, അടിപൊളിയാകും. നമ്മൾ ഒരു ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴും ഒക്കെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ ഫോറാംസ് നല്ല ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഫോറാംസ് നല്ലൊരു എന്താ പറയുക, ഒരു നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിലൊരു 2 ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ഒരു ഡമ്പലായാലും മതി. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ ഫോറാംസിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാം. അപ്പം ഈ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോസ് ഇടുന്നത്. അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. അവരാരും എൻ്റെ വീഡിയോ കാണേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പലവട്ടം ഇത് പറയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, കാരണം ഞാൻ പ്രൊഫഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെയും കുറച്ച് അറിവിൻ്റെയൊക്കെ പുറത്താണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 200 സബ്സ്ക്രൈബർ നിങ്ങളുടെ സഹായത്തോടെ തിരഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് നിങ്ങൾക്കെല്ലാം വലിയൊരു നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകൂ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫോറാംസിൻ്റെ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ 2 ഡമ്പലോ അല്ലെ, ഞാനിപ്പോൾ 2 ഡമ്പൽസൊക്കെ വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡമ്പൽ ഉള്ളെങ്കിൽ ആ ഒരു ഡമ്പൽ വെച്ച് നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോറാംസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് നിന്നുകൊണ്ട് ഒന്നും ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ഫോറാംസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ ഉപകരിക്കുന്ന ഒരു നല്ല കിടിലൻ ഒരു വ്യായാമം തന്നെയാണിത്. നമ്മൾ ഈ ബൈസെപ്സ് സ്കെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് റിവേഴ്സിൽ ഡമ്പലിൽ പിടിച്ചതിന് ശേഷം പൊക്കുക. ഒരുപാട് ഓവറായിട്ട് പൊക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളൊരു 4-5 റെപ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഫോറാംസിന് വരുന്ന ആക്ടിവേഷൻ എന്തുവാണെന്നുള്ളത്. അത്രയും നല്ല കിടിലൻ വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 3 സെറ്റാണ്. ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോമൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് 2ാമത്തെ വർക്കൗട്ടാണ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡമ്പൽ നിങ്ങൾ കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നിങ്ങളുടെ ഇടത്തോട്ട് തിരിക്കുക, വലത്തോട്ട് തിരിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു റെപ്സായി. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് 20 റെപ്സിൻ്റെ 3 സെറ്റാണ്. ഓർക്കുക, ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു റെപ്സ് കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങളുടെ എൽബോ ഒന്നും വൈഡായിട്ട് പോകരുത്. ഞാൻ ഇരിക്കുന്ന കണക്ക് തന്നെ ഇരുന്ന് എൽബോ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട്, നിങ്ങളുടെ മുട്ടിങ്ങനെ നല്ല സ്ട്രെയിറ്റായിട്ടിരിക്കണം. അതിനുശേഷം നിങ്ങൾ പതുക്കെ വലത്തോട്ടും ഇടത്തോട്ടും റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോറാംസ് കിടിലമാകും, ഒരു സംശയം വേണ്ട. ഓക്കെ ഫ്രണ്ട്സ്, ഇത് 3ാമത്തെ വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ 2 ഡമ്പൽ അല്ലെ ഒരു ഡമ്പലാണെങ്കിൽ ഒരു ഡമ്പൽ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ ദാണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നമ്മുടെ തുടയിലോട്ട് ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുക. താഴോട്ട് മേളിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കയറ്റുമ്പോൾ മാക്സിമം സ്കീസ് ആവണം മസിൽ, ഫോറാം മസിൽ. താഴോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ താപ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നല്ല വർക്കൗട്ടാണിതും. ഇതും നമ്മുടെ ഫോറാംസ് വലുതാക്കാനായിട്ട് ഉപകരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഇതും ചെയ്യേണ്ടത് ഒരു 3 സെറ്റാണ് ചെയ്യേണ്ടത്. 3 സെറ്റിൻ്റെ ഒരു 20 റെപ്സ്. ഓക്കെ, 20 റെപ്സ് വെച്ചൊരു 3 സെറ്റ് ചെയ്യണം. കൈ നല്ലോണം മേളിലോട്ട് പോകുമ്പോൾ നല്ലോണം സ്ക്വീസ് ആവണം. ആ മസിൽ 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക, താപ്പോട്ട് കൊണ്ടുവരിക. 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക, താപ്പോട്ട് കൊണ്ടുവരിക. കിടിലം വർക്കൗട്ടാണ്. നിങ്ങളുടെ ഫോറാംസൊക്കെ കിടിലമാകും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ല കിടിലമായിട്ടുള്ള ഒരു ബോഡി സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്തായിട്ടുള്ള വർക്കൗട്ടാണിത്.
ഇത് നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്തില്ലേ, അതേ കണക്ക് തന്നെ നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ കൈ റിവേഴ്സിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുക. മേളിലോട്ട് താഴോട്ട്, മേളിലോട്ട് താഴോട്ട്. മേളിലോട്ട് വരുമ്പോൾ നല്ലോണം മേളിലോട്ട് സ്ക്വീസ് ആവണം. താഴോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ താഴോട്ട് ഡമ്പൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ കൈകൾ നല്ല രീതിയിൽ നിവർത്തുക. മേളിലോട്ട് വരുമ്പോൾ ഫോർ ആംസിന് നല്ല സ്ക്വീസ് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നല്ല സൂപ്പർ വർക്കൗട്ടാണ്. ഇതും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 20 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഇതും നല്ല സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങളുടെ ഫോർ ആംസൊക്കെ കിടിലാവും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ടിപ്സ്. നിങ്ങളുടെ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരുതപ്പെട്ടവരാരും ഇവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്സാണെന്ന്. ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളൊരു പേപ്പർ കഷ്ണം ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ഈ ഫിംഗർ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അതേ കണക്ക് തന്നെ ആ ഫിംഗർ അതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ തള്ളവിരലും നമ്മുടെ ചൂണ്ടുവരലും ഇങ്ങനെ വെച്ചതിന് ശേഷം റബ്ബ് ചെയ്യുക. പേപ്പർ നല്ല രീതിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുക. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നിങ്ങളൊരു 2-3 മിനിറ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോർ ആംസിൻ്റെ പമ്പിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സൂപ്പറായിട്ട് നിങ്ങളുടെ ഫോർ ആംസ് നല്ല രീതിയിൽ പമ്പാവും, ഒരു സംശയവും വേണ്ട. നിങ്ങളെല്ലാ വർക്കൗട്ടും കഴിഞ്ഞതിന് ശേഷം ഒരു 3-4-5 മിനിറ്റ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഫെയിലുവർ ആവുന്നവരെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഫോർ ആംസൊക്കെ കിടിലാവും. നിങ്ങളുടെ ഫോർ ആംസിൻ്റെ വെയിനൊക്കെ നല്ല രീതിയിൽ പുറത്തോട്ട് വിസിബിളാവും. ഓക്കെ ഫ്രണ്ട്സ്.